Good morning, students. നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്ററിൽ ഇപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ ജോൺ ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി പഠിച്ചു. അതുപോലെ തന്നെ പല സയൻറ്റിസ്റ്റുകളുടെ ഹംഫ്രി ഡേവി, ഫാരഡേ, അതുപോലെ ജി തോംസൺ, ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻസ് പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ റുദർഫോർഡിൻ്റെ ആറ്റം മോഡൽ എന്താണെന്ന് പഠിച്ചു. അതിൻ്റെ എക്സ്പെരിമെൻ്റ് നോക്കി, അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻസ്, അതിൽ നിന്ന് കിട്ടിയ കൺക്ലൂഷൻസ്, അങ്ങനെ റുദർഫോർഡിൻ്റെ പോസ്റ്റുലേറ്റ്സ്. അത് കൂടാതെ തന്നെ റുദർഫോർഡിൻ്റെ ആ ആറ്റം മോഡലിന് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു, ഇല്ലേ? അതായത് ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി റുദർഫോർഡിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല എന്നതായിരുന്നു റുദർഫോർഡിൻ്റെ ആ സ്ട്രക്ചറിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ റുദർഫോർഡിൻ്റെ ആറ്റം മോഡലിനെ ഡിസ്കാർഡ് ചെയ്യുകയാണ് ചെയ്തത്. അതേസമയം ഈ റുദർഫോർഡിൻ്റെ ജൂനിയറായിട്ട് വർക്ക് ചെയ്തിരുന്ന നീൽസ് ബോർ റുദർഫോർഡിൻ്റെ ഈ മോഡലിനെ ഒന്നുകൂടെ മോഡിഫൈ ചെയ്തിട്ട് വീണ്ടും ഒരു സ്ട്രക്ചർ കൊണ്ടുവരികയാണ്, പബ്ലിഷ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആ സ്ട്രക്ചർ എന്തായിരുന്നു, അതെങ്ങനെയായിരുന്നു, ബോർ എന്താണ് അതിനെ മോഡിഫൈ ചെയ്ത് അതിന് ഒരു സൊല്യൂഷൻ എങ്ങനെ കൊണ്ടുവന്നു എന്നുള്ളതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നീൽസ് ബോർ അല്ലെങ്കിൽ നീൽസ് ഹെൻറിക് ഡേവിഡ് ബോർ, അദ്ദേഹം ജനിച്ചത് 1885 ഡെൻമാർക്കിലാണ് ജനിച്ചത്. സോ അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ അറ്റോമിക് സ്ട്രക്ചർ പറഞ്ഞത്. അദ്ദേഹം എന്താണത് ഞാൻ ഓൾറെഡി പറഞ്ഞു, റുദർഫോർഡിൻ്റെ സ്ട്രക്ചറിനെ തന്നെ മോഡിഫൈ ചെയ്ത് ആ ലിമിറ്റേഷൻ ഓവർകം ചെയ്യുന്ന രീതിയിൽ ഒരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ടാണ് നീൽസ് ബോർ അദ്ദേഹത്തിൻ്റെ അറ്റോമിക് സ്ട്രക്ചർ കൊണ്ടുവന്നത്. സോ നമുക്ക് എന്താണ് അദ്ദേഹം കൊണ്ടുവന്ന ആ ചേഞ്ച്, അതുപോലെ അദ്ദേഹത്തിൻ്റെ ആറ്റം മോഡൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ബോറിൻ്റെ ആറ്റം മോഡലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇതാണ്. മെയിൻലി നമ്മൾ പറഞ്ഞു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി റുദർഫോർഡിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. സോ ബോർ കൊണ്ടുവന്ന ആ മെയിൻ പോസ്റ്റുലേറ്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇലക്ട്രോൺസ് റിവോൾവ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഇൻ ഡെഫിനിറ്റ് ക്ലോസ് സർക്കുലർ പാത്ത്. അതായത് റുദർഫോർഡും പറഞ്ഞത് ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുകയാണെന്നാണ്. അതിൻ്റെ കൂടെ ബോർ പറയുന്ന കാര്യം, ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു ഡെഫിനറ്റ് ആയിട്ടൊരു ക്ലോസ്ഡ് സർക്കുലർ പാത്തിൽ കൂടെയാണ് റിവോൾവ് ചെയ്യുന്നത്. ആ പാത്തിനെയാണ് ഓർബിറ്റ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ റുദർഫോർഡിൻ്റെ ആ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ റിവോൾവ് ചെയ്യുന്നതിൻ്റെ എനർജി ലൂസ് ചെയ്ത് സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ കൊളാപ്സ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ അതെന്താണ്? എന്നിട്ടും നമ്മുടെ ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി മാക്സിമം ആണല്ലോ, സ്റ്റിൽ നമ്മൾ ഈ സ്ട്രക്ചർ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്? അതായിരുന്നു ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനാണ് ബോർ സെക്കൻഡ് പോസ്റ്റുലേറ്റ് ആയിട്ട് പറയുന്നത്. ഈച്ച് ഓർബിറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എ ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് എനർജി, ദെയർഫോർ ഓൾസോ കോൾഡ് ആസ് എനർജി ലെവൽ. ഓക്കെ, അതായത് ഓരോ ഓർബിറ്റിനും പെർട്ടിക്കുലർ എനർജി ഉണ്ടായിരുന്നു. ഇവരെ നമ്മൾ എനർജി ലെവൽ, ഓരോ ഓർബിറ്റിലെയും എനർജീസ് നമ്മൾ എനർജി ലെവൽസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. സോ ഈ എനർജി ഉള്ളതുകൊണ്ട് തന്നെ ആ ഇലക്ട്രോൺ ആ പെർട്ടിക്കുലർ ഓർബിറ്റിൽ കൂടെ റിവോൾവ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും, ആ എനർജി അക്വയർ ചെയ്തുകൊണ്ട്. സോ അവിടെ എനർജി ലൂസ് ആവുന്നില്ല. അതുപോലെ തന്നെ ഓരോ ഓർബിറ്റിനും ബോർ നെയിം കൊടുത്തിട്ടുണ്ട്, സിമ്പിൾ ലെറ്റേഴ്സ് യൂസ് ചെയ്ത് നെയിമും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഷെല്ലിന് ബോർ കൊടുത്ത ലെറ്റർ കെ ആണ്, സെക്കൻഡ് ഷെല്ലിൽ എൽ, തേർഡ് ഷെല്ലിൽ എം, അതുപോലെ ഫോർത്ത് ഷെല്ലിൻ, ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുക. അതുപോലെ ഓർബിറ്റ് വലുതാകും തോറും അതിൻ്റെ എനർജി കൂടിക്കൊണ്ടിരിക്കും. ബിഗർ ദ ഓർബിറ്റ് ഗ്രേറ്റർ ഈസ് ദ എനർജി അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. അപ്പോൾ സൈസ് കൂടുന്നതനുസരിച്ച് എനർജിയും കൂടിക്കൊണ്ടേയിരിക്കും. ഇനി ബോർ പറഞ്ഞ ഈ ഒരു കണ്ടീഷൻ, അത് ആ എനർജി ലെവലിനെ പ്രിൻസിപ്പൽ ക്വാണ്ടം ലെവൽസ് എന്നും പറയാറുണ്ട്. ഇതിനെ എൻ എന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബോറിൻ്റെ മോഡൽ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 പോസ്റ്റുലേറ്റ് മെയിനായിട്ടും എഴുതുക. അത് കൂടാതെ തന്നെ ഒരു ഫിഗറും കൂടെ വരയ്ക്കുക. ബോറിൻ്റെ മോഡൽ ഓഫ് ആറ്റം ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ഫിഗറും കൂടെ വരയ്ക്കുന്നത് നല്ലതായിരിക്കും, കാരണം ഫസ്റ്റ് ഷെല്ലിന് കെ എന്നും സെക്കൻഡ് ഷെല്ലിന് എൽ എന്നും തേർഡ് ഷെൽ എം, ഫോർത്ത് ഷെൽ എൻ ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഫിഗർ വരയ്ക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇതാണ് ശരിക്കും ബോറിൻ്റെ ആറ്റം മോഡൽ എന്ന് പറയുന്നത്. സോ നമ്മൾ ബോറിൻ്റെ ആറ്റം മോഡലാണ് നമ്മളിപ്പോൾ നോക്കിയത്. അതിൻ്റെ മെയിൻ 3 പോസ്റ്റുലേറ്റ് ആണ് നോക്കിയത്. സോ ഓവർകം ചെയ്യാനാണ്, ഒരുപാട് പുതിയ കാര്യങ്ങളല്ല. ഏറ്റവും പ്രധാനമായിട്ടും ബോർ പറഞ്ഞത് ഓരോ ഓർബിറ്റ് ഉണ്ട്, ആ ഓർബിറ്റിന് പെർട്ടിക്കുലർ എനർജി ഉണ്ട്. സോ ഓരോ എനർജി ലെവലിലായിട്ടാണ് ഓരോ ഇലക്ട്രോൺസും ഇരിക്കുന്നത്. സോ അതിനനുസരിച്ച് നമ്മൾ ആ ലെറ്റർ വൈസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഷെല്ലിന് കെ, സെക്കൻഡ് ഷെല്ലിന് എൽ, തേർഡ് ഷെല്ലിന് എം ആൻഡ് ഫോർത്ത് ഷെല്ലിന് എൻ, ഇങ്ങനെ പോകും. നമ്മൾ ലെറ്റേഴ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. സോ ഇങ്ങനെയാണ് ബോറിൻ്റെ ആറ്റം മോഡൽ ഉള്ളത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കും. നമ്മൾ ആറ്റത്തെ പറ്റി പഠിച്ചു, നമുക്ക് എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് അറിയാം. കുറേ എലമെൻറ്റ്സ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പക്ഷെ അതിനകത്ത് നിങ്ങൾ കണ്ടിട്ടുള്ളൊരു ടേമാണ് മാസ് നമ്പറും അറ്റോമിക് നമ്പറും, ഇല്ലേ? മാസ് നമ്പറും അറ്റോമിക് നമ്പറും. സോ എന്താണ് മാസ് നമ്പർ, അതുപോലെ അറ്റോമിക് നമ്പർ? അടുത്തത് നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത്. സോ ഇവിടെ നിങ്ങൾക്കൊരു ടേബിൾ കാണാം, അല്ലേ? ഈ ടേബിളിനകത്ത് നിങ്ങൾക്ക് ഇവിടെ കുറച്ച് എലമെൻറ്റ്സിനെ കാണാൻ സാധിക്കും.
ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, കോപ്പർ, ബോറോൺ, യുറേനിയം, ഗോൾഡ്, നിയോൺ, ഇങ്ങനെ കുറച്ച് നിങ്ങൾക്ക് ആറ്റംസ് കാണാൻ സാധിക്കും. ഇതിനകത്ത് ഓരോ ആറ്റത്തിൻ്റെയും അറ്റോമിക് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ സിമ്പിൾ കൊടുത്തിട്ടുണ്ട്, നമ്പർ ഓഫ് ന്യൂട്രോൺസും അതിൻ്റെ മാസ് ഇൻ AMU കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കേ. അറ്റോമിക് നമ്പർ എന്ന് കൊടുത്തിരിക്കുന്ന അതേ നമ്പേഴ്സ് തന്നെയല്ലേ പ്രോട്ടോണിനുള്ളത്. നമ്പർ ഓഫ് പ്രോട്ടോൺസിൻ്റെ സെയിം കൗണ്ടിങ് തന്നെയല്ലേ അറ്റോമിക് നമ്പറിലും വരുന്നത്. എവിടെയെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ നിങ്ങൾ മാസ് നോക്കുമ്പോൾ ഹൗ ക്യാൻ യു കണക്ട് വിത്ത് ദ പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ? അവരുടെ നമ്പേഴ്സിൽ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഹൈഡ്രജൻ, ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ നോക്കുമ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺ ഈസ് 1 ആൻഡ് നമ്പർ ഓഫ് ന്യൂട്രോൺ ഈസ് 0. മാസ് എന്ന് പറയുന്നത് 1 ആണ്. ഹീലിയത്തിൻ്റെ നമ്പർ ഓഫ് പ്രോട്ടോൺ 2ഉം നമ്പർ ഓഫ് ന്യൂട്രോൺ 2 ആണ്, മാസ് നമ്പർ ഈസ് 4. അതുപോലെ ലിഥിയത്തിൻ്റെ ആണെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് 3 ആണ്, ന്യൂട്രോൺസ് 4 ആണ്. സോ മാസ് 7 ആയിട്ട് കണ്ടു. ബെറിലിയം ആണെങ്കിലോ നമ്പർ ഓഫ് പ്രോട്ടോൺസ് 4 ആണ്, നമ്പർ ഓഫ് ന്യൂട്രോൺസ് 5. 4 + 5 9 ഇല്ലേ? എല്ലാത്തിൻ്റെയും സം ചെയ്തിട്ടാണ്, നമ്പർ ഓഫ് പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും സമ്മപ്പാണ് എന്ത് മാസ് ആയിട്ട് വന്നിരിക്കുന്നത് അല്ലേ? അറ്റോമിക് നമ്പറോ നമ്പർ ഓഫ് പ്രോട്ടോൺസിന് സെയിം ആയിട്ട് വന്നു. സോ ഇതാണ് മാസ് നമ്പറും അറ്റോമിക് നമ്പറും. സോ മാസ് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ന്യൂട്രോൺസും ആഡ് ചെയ്ത് കിട്ടുന്നതാണ് മാസ് നമ്പർ. സോ അത് ഓർത്തിരിക്കുക. അതുപോലെ അറ്റോമിക് നമ്പർ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അറ്റോമിക് നമ്പർ ഈസ് എൻ എലമെന്റ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്രസന്റ് ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് ഇറ്റ്സ് ആറ്റം. ആ ന്യൂക്ലിയസിനകത്തിരിക്കുന്ന എത്ര പ്രോട്ടോൺ ഉണ്ടോ അതാണ് അതിൻ്റെ അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്നത് Z ആണ്, മാസ് നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്നത് A ആണ്. ഓക്കെ, സോ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഹൈഡ്രജൻ്റെ Z വാല്യൂ എത്രയാണ് അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് 1 ബിക്കോസ് ഹൈഡ്രജൻ ഹാസ് 1 പ്രോട്ടോൺ. ഓക്കെ, അതുകൊണ്ടാണ് അതിൻ്റെ അറ്റോമിക് നമ്പർ 1 ആയത്. ഇനി ഇതാണ് നമ്മൾ സിമ്പിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു എലമെൻറ്റ്. നമ്മളിപ്പോൾ ഒരു പീരിയോഡ് ടേബിളിൽ നമ്മൾ നോക്കുമ്പോൾ എലമെൻറ്റ്സിനെ ഈ രീതിയിലായിരിക്കും റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടാവുക. താഴെ കാണിച്ചിരിക്കുന്നതായിരിക്കും അതിൻ്റെ അറ്റോമിക് നമ്പർ, അതിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്നതായിരിക്കും മാസ് നമ്പർ. സോ മാസ് നമ്പർ എന്താണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ് മാസ് നമ്പർ. അതായത് ന്യൂക്ലിയസിൻ്റെ മാസ്സാണ് ശരിക്കും നമ്മൾ ആറ്റത്തിൻ്റെ മാസ് പറയുന്നത്. അതുപോലെ അതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആയിരിക്കും അതിൻ്റെ അറ്റോമിക് നമ്പർ. ഓക്കെ, സോ ഇത് ക്ലിയർ ആയോ? ഇതാണ് ഇത്രയും വരെയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. നിങ്ങൾക്കിത് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ബോറിൻ്റെ ആറ്റം മോഡൽ പറഞ്ഞു, അതുപോലെ മാസ് നമ്പർ എന്താണെന്നും അറ്റോമിക് നമ്പർ എന്താണെന്നും പഠിച്ചു. പല എലമെൻറ്റ്സിൻ്റെയും മാസ് നമ്പർ കൗണ്ട് ചെയ്യാനും അല്ലെങ്കിൽ മാസ് നമ്പർ തന്നിട്ട് അതിൽ നിന്നും നമ്പർ ഓഫ് ന്യൂട്രോൺസോ പ്രോട്ടോൺസോ കണ്ടുപിടിക്കാനോ നിങ്ങൾക്ക് ചോദിക്കാം. സിമ്പിൾ കാൽക്കുലേഷൻസിലൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫർദർ ഫീഡ്ബാക്ക് തരാവുന്നതാണ്. നിങ്ങൾ മെസ്സേജ് അയച്ച് റെസ്പോണ്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ എന്തൊക്കെയായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്? നമ്മൾ വളരെ പ്രധാനപ്പെട്ടൊരു ടോപ്പിക്കാണ് ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ? ഫണ്ടമെൻ്റൽ യൂണിറ്റ്സും അതുപോലെ ഡിറൈവ്ഡ് യൂണിറ്റ്സും. അപ്പം നിങ്ങൾക്കറിയാം എന്തൊക്കെയാണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്, ഏതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾ, എന്താണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്, അതുപോലെ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്താണ്, അതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കി. പിന്നെ ഒരു ലീഫിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുന്നതൊക്കെ നമ്മൾ നോക്കി അല്ലേ? അതല്ലാതെ തന്നെ നമ്മുടെ ഏരിയ ഡിറൈവ് ചെയ്ത് എങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നതെന്ന് നമ്മൾ നോക്കി അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു ഡിറൈവ്ഡ് യൂണിറ്റ്സിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഏരിയ, വോളിയം, അതുപോലെ ഡെൻസിറ്റി ഇതൊക്കെ വരും. ഏരിയയുടെ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്ക് ഇനി നോക്കാനുള്ളത് വോളിയം ആൻഡ് ഡെൻസിറ്റിയാണ്. ഓക്കെ, സോ നമുക്ക് വോളിയത്തിൻ്റെ നമുക്ക് നോക്കാം. വോളിയം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, വോളിയം ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് ആണ് അല്ലേ? സോ അങ്ങനെ വരുമ്പോൾ വോളിയത്തിൻ്റെ യൂണിറ്റ് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്? യൂണിറ്റ് ഓഫ് വോളിയം ഈസ് ഈക്വൽ ടു യൂണിറ്റ് ഓഫ് ലെങ്ത് ഇൻറ്റു യൂണിറ്റ് ഓഫ് ബ്രെഡ്ത്ത് ആൻഡ് ഇൻറ്റു യൂണിറ്റ് ഓഫ് ഹൈറ്റ് ഇല്ലേ? ലെങ്ത്തിൻ്റെയും ബ്രെഡ്ത്തിൻ്റെയും അതുപോലെ ഹൈറ്റിൻ്റെയും യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്ററാണ്. സോ മീറ്റർ ഇൻറ്റു മീറ്റർ ഇൻറ്റു മീറ്റർ ഈസ് ഈക്വൽ ടു മീറ്റർ ക്യൂബ്. അപ്പോൾ വോളിയത്തിൻ്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് മീറ്റർ ക്യൂബ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഡെൻസിറ്റിയാണ് നോക്കുന്നത്. ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസും വോളിയം തമ്മിലുള്ള റേഷ്യോ ആണ് ഡെൻസിറ്റി അല്ലേ? സോ അങ്ങനെ വരുമ്പോൾ യൂണിറ്റ് ഓഫ് ഡെൻസിറ്റി എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് മാസ് ബൈ യൂണിറ്റ് ഓഫ് വോളിയം എന്ന് വേണമെങ്കിൽ പറയാം. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ മാസിൻ്റെ യൂണിറ്റ് എത്രയാണ്? കിലോഗ്രാം. ശരിയാണല്ലോ? മാസിൻ്റെ ഫണ്ടമെൻ്റൽ നമ്മൾ സിസ്റ്റത്തിനകത്ത് പഠിച്ചു. അതിനകത്ത് മാസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. നമ്മൾ വോളിയത്തിൻ്റെ തൊട്ട് മുന്നേ കണ്ടുപിടിച്ചു എന്താണ്? മീറ്റർ ക്യൂബ്. സോ ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ കിലോഗ്രാം ബൈ മീറ്റർ ക്യൂബ് എന്ന് നമുക്ക് പറയാം.
സോ നമ്മൾ വോളിയത്തിൻ്റെ യൂണിറ്റും കണ്ടുപിടിക്കാൻ പഠിച്ചു, ഡെൻസിറ്റിയുടെ യൂണിറ്റും കണ്ടുപിടിക്കാൻ പഠിച്ചു. ഇവരൊക്കെ ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആണ്. നമ്മൾ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിന് അതിൽ നിന്നും ഡിറൈവ് ചെയ്തെടുക്കുന്ന യൂണിറ്റ്സ് ആയതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാമോ, നമ്മൾ ഓൾറെഡി യൂണിറ്റ്സിൻ്റെ കാര്യങ്ങളും അതുപോലെ ഇൻ്റർനാഷണൽ സിസ്റ്റത്തിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. സോ നമ്മൾ വേൾഡ് വൈഡ് എഴുതുന്ന ഈ യൂണിറ്റ് ആയതുകൊണ്ട് നമ്മൾ ഒരു പെർട്ടിക്കുലർ റൂൾസ് ഒബേ ചെയ്ത് വേണം അത് എഴുതാൻ. സോ നമ്മൾ യൂണിറ്റ്സ് എഴുതുമ്പോൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസ് നമുക്കിനി നോക്കാം. The rules which should be followed while writing fundamental units. Okay, first one എന്താണെന്ന് നോക്കാം. The units named after scientists are not written with a capital initial letter. Okay, സയൻറ്റിസ്റ്റിൻ്റെ പേരുകൾ നമുക്കറിയാം, യൂണിറ്റ്സ് ഒരുപാടുണ്ട്. അതായത് ന്യൂട്ടൺ അതൊരു യൂണിറ്റാണ്, പാസ്കൽസ് അതും ഒരു യൂണിറ്റാണ്. സോ ഇങ്ങനെ ഈ വരുന്ന ഇതുപോലത്തുള്ള യൂണിറ്റുകൾ വരുമ്പോൾ നമ്മളതിൻ്റെ നെയിം എഴുതുമ്പോൾ അതിൻ്റെ ക്യാപിറ്റൽ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് എഴുതേണ്ട, ഇനീഷ്യൽ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ എഴുതേണ്ട കാര്യമില്ല, അങ്ങനെ എഴുതരുത് എന്നാണ് ഫസ്റ്റ് റൂള് പറയുന്നത്. സോ ന്യൂട്ടൺ എഴുതുമ്പോൾ സ്മോൾ ലെറ്റർ NEWTON എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അങ്ങനെ വേണം എഴുതാനെന്നാണ് ഫസ്റ്റ് റൂള് പറയുന്നത്. സെക്കൻഡ് റൂൾ നമുക്ക് നോക്കാം. The symbols of the units named after scientists should be written by a capital letter. അല്ലേ, നമ്മളിപ്പോൾ ഈ പറഞ്ഞ സയൻറ്റിസ്റ്റിൻ്റെ ആ യൂണിറ്റ്, ആ സയൻറ്റിസ്റ്റിൻ്റെ പേരുള്ള യൂണിറ്റ്സിൻ്റെ സിമ്പിൾ നമ്മൾ എഴുതും. അത് എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ തന്നെ നമ്മൾ യൂസ് ചെയ്യണം. നമ്മൾ നെയിം ഫുള്ളായിട്ട് എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കരുത്, പക്ഷേ സിമ്പിൾ ഉപയോഗിക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം അതിൻ്റെ സിമ്പിൾ പറയേണ്ടത്. അപ്പോൾ ന്യൂട്ടൺ ആണെങ്കിൽ ക്യാപിറ്റൽ N ആണ് അതിൻ്റെ സിമ്പിൾ. ഓക്കെ, ഇനി നെക്സ്റ്റ്, സ്മോൾ ലെറ്റേഴ്സ് ആർ യൂസ്ഡ് as symbols for units not derived from a proper name. ഓക്കെ, നമ്മൾ ഒരിക്കലും നമ്മുടെ സിമ്പിൾസ്, നമ്മുടെ യൂണിറ്റ് സിമ്പിൾസ് ഒക്കെ എഴുതുമ്പോൾ സ്മോൾ ലെറ്റേഴ്സ് ആയിരിക്കണം എഴുതേണ്ടത്. ഓക്കെ, ഇപ്പോൾ കിലോഗ്രാം ആണെങ്കിൽ kg സ്മോൾ ലെറ്റർ കെയും സ്മോൾ ലെറ്റർ ജിയും, മീറ്റർ ആണെങ്കിൽ സ്മോൾ ലെറ്റർ M, അങ്ങനെ വേണം എഴുതാൻ. ഓക്കെ, അല്ലാതെ ഒരു ലെങ്തി നെയിം അല്ല നമ്മൾ യൂണിറ്റായിട്ട് എഴുതുന്നത്. ഓക്കെ, നമ്മൾ സ്മോൾ ലെറ്റേഴ്സ് ചൂസ് ചെയ്ത് സിമ്പിൾസ് ആണ് യൂണിറ്റിനെ ഡിനോട്ട് ചെയ്യാൻ എഴുതുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫോർത്ത് റൂളാണ്, no full stop or other punctuation marks should be used within or at the end of symbols. ഓക്കെ, ഒരു സിമ്പിൾ എഴുതുമ്പോൾ നമ്മൾ അതിൻ്റെ അവസാനമോ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുകയോ അല്ലെങ്കിൽ ഒരു പങ്ക്ച്വേഷൻ മാർക്ക് ഇടുകയോ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. ഓക്കെ, ജസ്റ്റ് ആ യൂണിറ്റിൻ്റെ സിമ്പിൾ ഇട്ടാൽ മാത്രം മതി, അവസാനം ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തണമെന്നില്ല. ഓക്കെ, അതാണ് ഫോർത്ത് റൂൾ എന്ന് പറയുന്നത്. ഇനി ഫിഫ്ത്ത് റൂൾ നമുക്ക് നോക്കാം. The symbols of the units do not take പ്ലൂറൽ ഫോം. പ്ലൂറൽ ഫോമിൽ ഒരിക്കലും നമ്മൾ സിമ്പിൾ എഴുതാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, കിലോമീറ്റേഴ്സ് ആണെന്ന് വിചാരിക്കുക. കിലോമീറ്റേഴ്സ് നമ്മൾ വേർഡ് വൈസ് എഴുതാം, കിലോമീറ്റേഴ്സ് വേർഡായിട്ട് എഴുതാം. പക്ഷേ സിമ്പിളായിട്ട് എഴുതുമ്പോൾ KMS എന്ന് ഒരിക്കലും എഴുതാൻ പാടില്ല, KM എന്ന് മാത്രമേ എഴുതാൻ പാടുള്ളൂ. സിമ്പിളിൻ്റെ പ്ലൂറൽ ഫോം ഒരിക്കലും എഴുതാൻ പാടുള്ളതല്ല. ഓക്കെ, ഇതാണ് ഫിഫ്ത്ത് റൂൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സിക്സ്ത് റൂളിലേക്ക് പോകാം. When temperature is expressed in Kelvin, the degree sign is omitted. ഓക്കെ, നമ്മൾ ഓൾറെഡി കണ്ടു ടെമ്പറേച്ചറിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിനായിരുന്നു. വേറെ യൂണിറ്റ് ഉണ്ട്, ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ് ഒക്കെ ഉണ്ട്. അതിലൊക്കെ ഡിഗ്രി ഉണ്ടെങ്കിലും കെൽവിനിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഡിഗ്രി സൈൻ എഴുതേണ്ട കാര്യമില്ല, അത് ഒമിറ്റ് ചെയ്യാം. ഓക്കെ, അതാണ് സിക്സ്ത് റൂൾ എന്ന് പറയുന്നത്. സെവൻത്ത് റൂൾ എന്ന് പറയുന്നത്, യൂസ് ഓഫ് സോളിഡസ് is recommended only for indicating a division of one letter unit symbol by another unit symbol. Not more than one solidus is used. Solidus എന്ന് പറയുന്നത് നമ്മൾ ഹാഷ് കൊടുക്കുന്നതാണ്. ഹാഷ് അതായത് താഴെ വന്ന മുകളിലും താഴെയായിട്ട് രണ്ട് യൂണിറ്റുകൾ വന്നിട്ടുണ്ട്. നമ്മൾ ഡിറൈവ് ചെയ്ത യൂണിറ്റിൽ വരുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. അങ്ങനെ എഴുതുമ്പോൾ ഹാഷ് കൊടുത്തിട്ടാണ് കാണിക്കുന്നത്. അത് ഇൻവേഴ്സ് ആണ്, താഴെയുള്ളത് ഇൻവേഴ്സ് ആയിട്ടാണ് കാണിക്കുന്നത്. ഹാഷ് കൊടുക്കുമ്പോൾ ഇപ്പം 2-3 പേരും താഴെ ഡിനോമിനേറ്ററിൽ ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഹാഷ് കൊടുക്കേണ്ട. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഡെൻസിറ്റിൻ്റെ കണ്ടു കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നാണ്. ഇപ്പം മറ്റൊരു യൂണിറ്റ് ഇരിക്കട്ടെ, കിലോഗ്രാം ഉണ്ട്, താഴെ മുകളിൽ കിലോഗ്രാമും താഴെ മീറ്റർ ക്യൂബും സെക്കൻഡും ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ എഴുതുമ്പോൾ കിലോഗ്രാം ഹാഷ് മീറ്റർ ക്യൂബ് ഹാഷ് സെക്കൻഡ് ഇത്രയും എഴുതേണ്ട കാര്യമില്ല. കിലോഗ്രാം കഴിഞ്ഞിട്ട് ഒരു ഹാഷ് ഇടുക, മീറ്റർ ക്യൂബ് സെക്കൻഡ് ഇങ്ങനെ എഴുതുക. ഓക്കെ, ഒരു സിമ്പിളിനകത്ത് നമ്മളെപ്പോഴും യൂണിറ്റിൻ്റെ സിമ്പിളിൽ ഒരു ഹാഷ് മാത്രം തന്നെ മതി, അല്ലാതെ അത് വരുന്ന യൂണിറ്റിന് എല്ലാത്തിൻ്റെ ഇടയ്ക്ക് ഹാഷ് ഇടേണ്ട കാര്യമില്ല. ഓക്കെ, ഇതാണ് സെവൻത്ത് റൂൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എയ്ത്ത് റൂളാണ്. Some space is always to be left between the number and the symbol of the unit and also between the symbols for compound units such as force, momentum, etc. Okay. കോമ്പൗണ്ട് ആയിട്ടുള്ള യൂണിറ്റിൻ്റെ, അതായത് ബുദ്ധിമുട്ടുള്ള മിക്സഡ് ആയിട്ടുള്ള യൂണിറ്റുകളുണ്ട്, ഫോഴ്സിൻ്റെയും മൊമെൻറ്റത്തിൻ്റെയും.
അങ്ങനെയാണെങ്കിലും അതുപോലെ നമ്മളൊരു നമ്പർ കഴിഞ്ഞിട്ട് യൂണിറ്റ് ഇടുകയാണെങ്കിലും അവിടെ ഒരു സ്പേസ് നമ്മൾ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലാതെ നമ്പറും ആ വാല്യൂവും ആ യൂണിറ്റും കൂടെ അടുപ്പിച്ച് എഴുതരുത്. ഇപ്പോൾ 5 കിലോമീറ്റർ എന്ന് എഴുതുന്നെങ്കിൽ 5 കഴിഞ്ഞിട്ടൊരു സ്പേസ് ഇട്ടിട്ട് വേണം കിലോമീറ്റർ KM എന്ന് കൊടുക്കാൻ. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഇനി 9th, ഓൺലി അക്സെപ്റ്റഡ് സിമ്പിൾസ് ഷുഡ് ബി യൂസ്ഡ്. അക്സെപ്റ്റ് ചെയ്ത സിമ്പിൾസ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ അതിനാണ് ഓൾറെഡി ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് നമ്മൾ പഠിച്ചത്. SI യൂണിറ്റ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചത്. ആക്സെപ്റ്റഡ് ആയിട്ടുള്ള യൂണിറ്റ്സ്, നമ്മുടെ യൂണിറ്റ്സിൻ്റെ സിമ്പിൾസ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. യൂണിറ്റ്സ് ഒക്കെ അതിൻ്റെ സിമ്പിൾസ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്തത്, ന്യൂമറിക്കൽ വാല്യൂ ഓഫ് എനി ഫിസിക്കൽ ക്വാണ്ടിറ്റി ഷുഡ് ബി എക്സ്പ്രസ്ഡ് ഇൻ സയൻറ്റിഫിക് നൊട്ടേഷൻ. അതായത് ഒരു ന്യൂമറിക്കൽ വാല്യൂ എഴുതുമ്പോൾ സയൻറ്റിഫിക് നൊട്ടേഷനാണ് കാണിക്കേണ്ടത്. ഇപ്പോൾ 25,300 എന്ന് പറയുന്നെങ്കിൽ അതിനൊരു സയൻറ്റിഫിക് നൊട്ടേഷനിൽ പറയണം എന്നുണ്ടെങ്കിൽ 2.5 × 10⁵ എന്ന രീതിയിൽ വേണം എഴുതാൻ. അതായത് സയൻറ്റിഫിക് നൊട്ടേഷൻ എന്നുള്ളൊരു മാനറിലായിരിക്കണം എഴുതേണ്ടത്. വലിയ നമ്പർ ആണെങ്കിലും ചെറിയ നമ്പറുകളാണെങ്കിലും നമ്മളൊരു പെർട്ടിക്കുലർ റൂൾ അനുസരിച്ച് സയൻറ്റിഫിക് നൊട്ടേഷൻ രീതിയിൽ വേണം ന്യൂമറിക്കൽ വാല്യൂസ് നമ്മുടെ സിമ്പിളിൻ്റെ കൂടെ എഴുതാൻ. ഇതാണ് 10th റൂൾ. ഓക്കെ, അപ്പം മൊത്തം 10 റൂൾസ് ആണുള്ളത്. സോ ഇത് ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നേരിട്ട് ചോദിച്ചില്ലെങ്കിലും ഇത് വെച്ചിട്ട് പല രീതിക്ക് ഇത് ഇങ്ങനെ നമ്മൾ യൂണിറ്റ് ഈ രീതിയിൽ എഴുതാമോ, ഇത് എഴുതാൻ പാടില്ലേ, എങ്ങനെ വേണം എഴുതാൻ, ഇതിൽ കറക്റ്റ് ഫോമാറ്റ് എന്താണ്, ഇതൊക്കെ ചോദിക്കാൻ ഒരുപാട് സാധ്യതയുണ്ട്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ. ഓക്കെ, സോ ഈ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നതാണ്. സോ ഫീഡ്ബാക്ക് തരാം, അതേപോലെ മെസ്സേജസ് അയച്ച് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.